ഇബിലീസെ തല്ലോളാൻ നിക്കണ്ട, ഞാൻ മേടി പോകും ബലാലേ. ഹലാക്കിന്റെ ബ്രോക്കർ പണി മതിയാക്കി പറഞ്ഞുള്ള അടങ്ങിയിട്ട് നിക്ക് ബലാലേ. ഹലോ, ആരാണ്? ഇത് കോയ ഹാജി. നിങ്ങൾ കരുതും ഹജ്ജിന് പോയതുകൊണ്ടാണ് ഇയാൾ ഹാജിയായത് എന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇദ്ദേഹം ആരെ കണ്ടാലും എവിടുന്ന വരുന്നത്, എങ്ങോട്ട് പോണ്, എവിടെ നിക്ക് ഇങ്ങനെ പറയും. അതുകൊണ്ട് നാട്ടുകാരിട്ട പേരാണ് ഹാജി, കോയ ഹാജി. ആരാന്ന് പറയടോ? കോയക്ക ഞാനാണ്, അംസത്തലിയാണേ. ഏതംസത്തലി? കുൽക്കി സർബത്തിന്റെ. കുൽക്കി സർബത്തോ? ആ ഔക്കൂലിയെ. ഔക്കൂന്റെ? ആ മൈമൂനത്തിന്റെ ആങ്ങളാന്നേ. ഇജാണ് മൈമൂനത്ത് എവിടെ ഉള്ളു? എവിടാണ്ടല്ലേ? അനക്ക് വണ്ടി കിട്ടിയടോ? വണ്ടി ഇല്ലാണ്ട് തെണ്ടി നടക്കാണെന്ന് ഞാന്. എന്നാ അനക്ക് പറ്റിയൊരു വണ്ടി ഉണ്ട് നമ്മളടുത്ത്. പഠിച്ചോ കാത്തേ. അല്ല വണ്ടി ഇങ്ങനെ ഉണ്ട്, നല്ല വണ്ടിയാണ്ടോ? ഇന്നലെ പത്രത്തിലുണ്ടല്ലോ. അല്ല പത്രത്തിലുണ്ടേ. അനക്ക് മനസ്സിലായില്ല? നമ്മളെ ഉള്ളാട്ടിലെ മോഹനം കഞ്ചാവ് കടത്തിയ കാറ്. അല്ല ഇപ്പത്തെ സ്ഥിതി എന്താണ്? മോഹന്റെയോ? അല്ല കാറിന്റെ. അതൊക്കെ നമ്മൾ ഇറക്കിക്കണടോ. പിന്നെ വേണമെങ്കിൽ അതിന്റെ സീറ്റ് ഒന്ന് മാറ്റിക്കാണ്ടി. പൈസ ഉണ്ടേ 4 ടയറും. വേറൊന്നും മാറ്റാനില്ലല്ലോ. പിന്നുള്ള എഞ്ചിനാ. അത് ഇപ്പോഴൊന്നും മാറ്റണ്ട, ഓടിക്കണ്ട, മാറ്റിയാ മതി. അല്ല പിന്നെ വെക്കല്ലേ എഫ് എം റേഡിയോ ഉണ്ടാവൂലേ? എന്ത് എഫ് എം റേഡിയോ? എല്ലാ പണ്ടാറുണ്ടോ? നല്ല ഗുമ്മു വണ്ടിയാണ്. പിന്നെ നമുക്ക് എത്രയിലും മുറിക്ക? പാർട്ടി ഒരു 45 ഒക്കെ പറയണ്ടേ, ഞമ്മക്കൊരു 40ക്ക് മുറിക്കാം. അല്ല 40 കിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല, 50,000 റുപ്യ കൊടുക്കും. എമ്പാട് പണിയുണ്ട്, അതിനോണ്ടാണ്. ഒന്നും തോന്നരുതേ. എന്നാ പിന്നെ അങ്ങനെ ഉറപ്പിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനില്ല. ശരി. അല്ല ഉമ്മായി 4 കച്ചവടം കിട്ടിയ കഴിച്ചിലായി. അല്ല ധാരാപ്പത് എന്താ അവിടെ കിടേ? നല്ല ആളാണല്ലോ. ഇങ്ങോട്ട് പോര്. സിംഗം സിംഗം സിംഗം. ഇവൻ നടന്നാൽ പോലും നിലവും വളർന്നും. അല്ലടോ, ഈ പാര് എജ്ജി നിൽച്ചേ നിങ്ങളെ ഇന്നെയോ? എടാ ഈ നാട്ടുകാര് മുഴുവൻ ആരാധിക്കും ബഹുമാനിക്കും ചെയ്യുന്ന ഇന്നെയാ ഈ ഇജ്ജി നിൽച്ചേ. നിങ്ങളെ ബഹുമാനം കൊണ്ടാണ് നെജ്ജിന്ന് വിളിച്ചേ. ബഹുമാനം കൊണ്ടോ? നമ്മള് ഗാന്ധിജി, സോണിയാജി, നെഹ്റുജി അങ്ങനെ വിളിക്കൂലേ, അങ്ങനത്തെ ഒരു ജി. ആ ജി ആയി ഉദ്ദേശിച്ചേ. ഞാൻ വിചാരിച്ചുമ്പോൾ ഈ തരതാത്തിര ജി ഉണ്ടല്ലോ, അതാണ് ഞാൻ വിചാരിച്ചത്. ആ ജി അല്ല, ജി നല്ല ആളാട്ടോ. മറ്റേ ജി. ജി ജി ജി. അല്ലടോ, എന്തിനാണ്ട് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണേ? എന്ത് പറയിപ്പിച്ച്? നാട്ടുകാർ മുഴുവൻ പറയണ്ടല്ലോ എന്ത് ബാറിന്റെ പ്രശ്നത്തിൽ കോയ വാങ്ങിന്ന്. എന്തിത്താണ്ട കോയ വാങ്ങിയേ? കോയ വാങ്ങിന്നല്ല, അത് കോഴ വാങ്ങിന്നാണ്. അത് നമ്മൾ ഈ കച്ചവടം ചെയ്ത് കഴിഞ്ഞാല് ബ്രോക്കറേജ് വാങ്ങൂലേ, അതേമാതിരത്തെ ഒരു പൈസ. ഇതിപ്പോ വിവരമുള്ളോണ്ട് എനിക്ക് മനസ്സിലായി. ഇവരൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാല് ഇവരൊക്കെ വിചാരം ഈ വാങ്ങിന്നാ. അല്ലടോ, ഇപ്പൊ കച്ചവടമൊക്കെ നടക്കണ്ടോ? ഭയങ്കര മോശാണെന്ന്. കൊയലിറങ്ങണ്ടേ? കൊയൽ ഇന്നലെ ഇറങ്ങിണ്ടല്ലോ എന്റെ പൊരേന്റെ അടുത്ത്. നിങ്ങളെ പൊരേന്റെ അടുത്തോ? ആടോ, ജപ്പാൻ കൂടെയുള്ള പദ്ധതി എന്റെ 4 ലോഡ് കൊയല്. ഈ കണ്ടില്ല? ആ കൊയലല്ലെന്ന്, ബ്ലാക്ക് മണി വൈറ്റ് മണി എന്നൊക്കെ കേട്ടിക്കണ നിങ്ങള്. ഇപ്പൊ ആരോടെ മേലോട്ട് എടുക്കണ്? കേക്കല്ല, കണ്ടുണ്ട് ഞാൻ. എവിടുന്ന്? എടോ, നൈജീരിയ പോയപ്പോ ബ്ലാക്ക് മണി, ഇംഗ്ലണ്ട് പോയപ്പോ വൈറ്റ് മണി. ഇംഗ്ലണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് സംഭവം ഓർമ്മ വന്ന്. പണ്ട് ഞാൻ ഇംഗ്ലണ്ടിൽ വണ്ടിക്കച്ചവടത്തിന് പോയിട്ടുണ്ട്. വണ്ടിക്കച്ചവടോ? എന്തുവണ്ടി? തീവണ്ടി. എടാ, നമ്മളെ ഇന്ത്യക്ക് തീവണ്ടി ഇല്ലേനല്ലോ. ഇല്ലേനി? അയ്യോ, എന്നോടാ ഞാൻ അപ്പത് പറയുന്നേ. എടാ ഇല്ലേനു. അന്ന് എന്റെ ബോസ് എന്നെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു. ബോസോ? ബോസ്. അന്നത്തെ കാലത്തും ബോസോ? അന്നത്തെ കാലത്ത് എന്റെ ബോസാണ് സുഭാഷ് ചന്ദ്ര ബോസ്. മൂപ്പരിന്റെ ബോസായിട്ട് എത്ര കാലം വർക്ക് ചെയ്താ. അങ്ങനെ മൂപ്പരിനോട് പറഞ്ഞു, കനാര നമ്മളെ ഇന്ത്യക്ക് മാത്രം തീവണ്ടി ഇല്ല, നമ്മൾ എത്രയും പെട്ടെന്ന് തീവണ്ടി കച്ചവടമായി കൊണ്ടുവരണമെന്ന്. അങ്ങനെ ഞാന് പുല്ലുബായി അല്ല വല്ലഭായി, താന്ത്യാത്തോപ്പി, മോത്തിലാല്, ഞങ്ങളെല്ലാരും കൂടി ഉള്ള ചൊറട്ടീമോ മുഴുവണ്ട്. ചൊറട്ടീമോ? പ്രശ്നക്കാര് ഞങ്ങളെല്ലാരും കൂടി ഇവിടുന്ന് വണ്ടി കയറി. വണ്ടി കയറി? നിങ്ങളല്ല പറഞ്ഞ എന്തേലും തീവണ്ടി ഇല്ലാന്ന്? തീവണ്ടി അല്ലടോ, കാളവണ്ടി. എന്നിട്ട് അങ്ങനെ 78 ഞങ്ങൾ ഇംഗ്ലണ്ടിലെത്തി. 1978നോ? അല്ലടോ, 78ാമത്തെ ദിവസോ. അങ്ങനെ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ നേതൃത്വത്തില് ഒരു വട്ടമേശ സമ്മേളനം കൂടിയാലേ തീവണ്ടി തരൂന്ന് അവര്. ആയിക്കോട്ടെ എന്ന് ഞാനും പിള്ളേരും. പിള്ളേരോ? ആരോ വല്ലഭായി ഇവരൊക്കെ തന്നെ. ഞങ്ങളന്ന് പിള്ളേരാണല്ലോ. സമ്മേളനം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ ഞാനൊരൊറ്റ എണീക്കല. ഈ ചതിക്ക് ഞാൻ കൂട്ടുക്കൂലെന്ന് പറഞ്ഞു.
എന്ത് ചതി? എടാ ഈ വട്ടമേശ സമ്മേളനത്തിന് ഓല് കൊണ്ടിട്ട് എന്താ എനിക്ക് എന്താണ്? ചതുരമേശ. ചതുരമേശ? ആ അല്ല, എന്നിട്ട് സമ്മേളനം നടന്നോ? ആ സമ്മേളനം നടന്ന് പിറ്റേ ദിവസം എങ്ങനെ? ഈ ചതുരത്തിലുള്ള മേശ ചെത്തി മിനിക്ക് ഞാൻ വട്ടത്തിലായി കൊടുത്തു. അങ്ങനെ സമ്മേളനം നടത്തി. ഓ, പഠിച്ച പണി ഇവിടെ മറക്കാൻ പറ്റൂല്ലോ. നിങ്ങൾക്ക് ആ പണി അറിയാ? പിന്നെ ഗാന്ധിജിക്ക് വടിണ്ടായി കൊടുക്കുന്ന ആരാ? ആരാ? ഞാൻ. നിങ്ങളോ? എത്ര കാലായി. അങ്ങനെ സമ്മേളനം കഴിഞ്ഞ് തീവണ്ടി ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്ന്. ആ തീവണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ല. എടാ ആ തീവണ്ടി അല്ല ഇപ്പൊ പെയിന്റ് അടിച്ച് ജനശതാബ്ദി എന്ന് പറഞ്ഞ ഉടനെ ആ വണ്ടിയാണ്. ആ അല്ല, ഞാനിന്ന് അപ്പോഴാട്ടോ ശ്രദ്ധിച്ചേ. എന്ത്? വന്നിപ്പോ എല്ലാ ദിവസവും ഹർത്താലായിണ്ടല്ലേ? ഹർത്താലോ? ആ പീടിയൊക്കെ പൂട്ടിയിട്ട് ഒരു മനുഷ്യജീവിനെ കാണാനില്ലല്ലോ ഇവിടെ. ഹർത്താലും കിർത്താലും ഒന്നല്ല, നിങ്ങള് വരുന്നത് കണ്ടപ്പോ എല്ലാരും കൂടെ പീടിയും പൂട്ടി സ്ഥലം കാലിയാക്കിയതാണ്. അമ്മാതിരി വിടലല്ല നിങ്ങള്. എന്താണ് ബാബേട്ടാ? ബാബേട്ടാ ഇല്ല, പാമ്പ് ആപ്പിള് ഇങ്ങനെ ഗെയിമിൽ നിർത്തില്ല ബാബേട്ടാ. നിങ്ങൾ എമ്മാതിരി വിടലാണ്. ഞാനും ബാബയുടെ കൂടെ സ്ഥാപനം നടത്തില്ല ബാബേട്ടാ. അല്ല, ഈ ഞാനെന്റെ നടുപ്പേറ്റാണ് പോയി. അയ്യോ താരാണ്, ഞാൻ കണ്ടില്ല, ഒന്നും വിചാരിക്കരുതേ. അയ്യോ, ഗാന്ധിജിന്റെയും നെഹ്റുവിന്റെയും കൂടെ നടന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന മഹാനാണെന്ന് പിടലടിച്ചു നടക്കുന്ന ആളല്ലേ നിങ്ങളെ അമ്മാരി വെറുപ്പിക്കലാണ്. ചേലക്കാണ്ട പോടാ ഇവിടുന്ന്. സ്വാതന്ത്ര്യ സമര സേനാനൊന്നും നോക്കൂല, കണ്ണടപ്പം നാളെ തെരിഞ്ഞേ. എന്താണ് ബാബേട്ടാ? ഇവനെന്താണ് എന്നെ ബാബുവേട്ടാന്ന് വിളിക്കണേ? അത് ഇങ്ങളെ മാത്രല്ലെന്ന്, നാട്ടുകാരെ മൊത്തം ബാബുവേട്ടാന്നാ വിളിക്കുക. ഓന്റെ അമ്മനെ വരെ ഓൻ ബാബുവേട്ടാന്നാ വിളിക്കുക. ചെറിയൊരു തകരാറാ. ഇത് ചെറുതൊന്നല്ല, വലുതാ. ഷോക്ക് അടിപ്പിച്ചാ മതി. ഷോക്ക് അടിപ്പിച്ചിനല്ലോ. എന്നിട്ടോ? അവിടുത്തെ ഫീസ് അടിച്ചു പോയി. ട്രാൻസ്ഫോമർ കത്താഞ്ഞേ ഭാഗ്യം. അല്ലടാ ശശിയെ, എന്തേ? ഈ എന്തിനാ എന്റെ മാമന്റെ പുറക്കി തീട്ട്? അശു, അത് ചെറിയൊരു അബദ്ധം പറ്റിയതാ, പക്ഷെ പിടിക്കപ്പെട്ടുപോയി. അതെങ്ങനെയാടോ? മാമന്റെ പൊരക്ക് തീയിട്ട് റോട്ടുമിലെത്തിയപ്പോ ഭയങ്കര ബേജാറ്. എന്റെ അമ്മന്റെ ആങ്ങളുടെ പൊരയാണല്ലോ കത്രയെന്ന് ആലോചിച്ചപ്പോ നെഞ്ഞി പൊട്ടിപ്പോയി. കെടുത്തണോര് കെടുത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു ഐഡിയ അങ്ങോട്ട് പ്രയോഗിച്ചു. എന്താ ഐഡിയ? ഞാൻ അവിടുന്ന് എന്റെ മാമന്റെ പൊര കത്തി സൈസ് മണല്ല വരുന്നേന്ന് പറഞ്ഞ അങ്ങോട്ട് ആർത്തോട്ട്. ആയി ശരി. അപ്പൊ അങ്ങനെയാണ് ഈയാണ് കത്തിച്ചെന്ന് നാട്ടുകാർക്ക് മനസ്സിലായത്. ആ അങ്ങനെയാണ്. ആ ഈ തീയിട്ട കഥ കേട്ടപ്പോഴാക്കിയ സംഭവം ഓർമ്മ വന്ന്. എടാ ഞാനന്ന് കൊണ്ടുവന്ന ആ തീവണ്ടി ഉണ്ടല്ലോ. ഏത്? എടാ ഇന്നത്തെ ജനശതാബ്ദി. പടച്ചോനൊക്കെ അത് തീർന്നില്ലേ? കഴിഞ്ഞില്ല. എടാ ഇങ്ങോട്ട് കേട്ടോ, അത് കേട്ടോ. ശ്രദ്ധിക്കണ്ട്. അങ്ങനെ ഈ വണ്ടിയായിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ എത്താൻ നേരത്ത് ഇതിന്റെ ഹെഡ്ലൈറ്റ് അടിച്ചു പോയി. അന്നാണ് ഇന്ത്യയിൽ KSRTC ഇല്ലല്ലോ. KSRTC? ആ കറണ്ട് കിട്ടണേ KCB. അതന്നെ ഇല്ലല്ലോ. അല്ല, എന്നിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി. അങ്ങനെ ചോയ്ക്ക്. എടാ അവന് തകരാറൊന്നും ഇല്ലട്ടോ. ഞാൻ എങ്ങനെ എത്തിയെന്നറിയാം മോനെ? കുറച്ച് ഓലക്കണ്ണി എടുത്തിട്ട് ഒരു ചൂട്ടങ്ങോട്ട് കെട്ടി, എന്നിട്ട് ഈ ചൂട്ടും കത്തിച്ച് പിടിച്ചിട്ട് തീവണ്ടീന്റെ മുന്നിൽ ഒരു ഒറ്റ ഓട്ട. അന്ന് ഞാൻ ചൂട്ടും പിടിച്ച് ഓടി ഓട്ടത്തിൽ നിന്നാണ് ഇന്നത്തെ ദീപശിഖ പ്രയാണം ഉണ്ടായത്. കണാരേട്ടാ, നിങ്ങളെ കണാരെന്ന് വിളിച്ചാ പോരാ, രജനീകാന്ത് നേറ്റം വിളിക്കേണ്ടി വരും. കണാരേട്ടാ, നിങ്ങളെ ടോപ്പാക്കുകയാണെന്ന് വിചാരിക്കരുത്. എന്താന്ന് വെച്ചാലേ, നിങ്ങള് വണ്ടീന്റെ മുമ്പിൽ ചൂട്ടായിട്ട് ഓടുമ്പോഴേ ആ ചൂട്ട് കെട്ടോവേ അവിടെ തടഞ്ഞു വീഴുക ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടി നിങ്ങളെ മേലെ കൂടി അങ്ങോട്ട് കേറി പോവേനി. നിങ്ങളെ എമ്മാരി വെറുപ്പിക്കില്ലാന്നേ. അവാണം ഇബിലീസേ തല്ലോളാൻ നിക്കണ്ട, ഞാൻ മേടി പോകും ബലാലേ. ഹലാക്കിന്റെ ബ്രോക്കർ പണി. എവിടാള്? ഞാൻ അവിടെ ചേത്താനും കടലിന് നടക്കാണ്ടോ. ഇജ്ജിങ്ങോട്ട് വാന്ന്, ഞമ്മക്ക് ശരിയാക്കടോ. ഇജ്ജിങ്ങോട്ട് വാ, വേം വാ. അല്ല വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അല്ല ഇയ്യ് പോവല്ല, ഇയ്യ് ഇവിടെ നിക്ക്. ഇത് പാര വിളിച്ചേ? അതൊരു പെണ്ണേസാന്ന്. അല്ല അന്റെ അടുത്ത് എല്ലാ കേസും ഉണ്ടല്ലോ. ആ കേസല്ലെന്ന്, ഞാനൊരുത്തിന് ഇന്നൊരു പെണ്ണ് കാണിച്ചു കൊടുക്കാറിഞ്ഞിനി. ഓളെ കല്യാണമാണ് കഴിഞ്ഞു പോയി. ഇനി പോന് പറ്റിയ പെണ്ണിനെ ഞാൻ ഇപ്പൊ എവിടുന്ന തപ്പി പിടിക്കുക? നല്ലൊരു പെണ്ണിന്റെ കസ്റ്റഡിയിലുണ്ടല്ലോ. ആരാ? എന്റെ മാമന്റെ മോള് സ്മിത. ഓളെ കല്യാണം അല്ലാടോ നാള് കഴിഞ്ഞ്. 100 പവനും മാരുതി കാറില്ല ശ്രീധരൻ കൊടുത്തത്. കാറ് സ്റ്റാർട്ട് ആവില്ല എന്ന് പറഞ്ഞ അന്ന് തന്നെ ഓളൊട്ടേച്ച് പോയി. അല്ലടോ, ഓളെ കാണാൻ എങ്ങനെ ഉണ്ട്? തൊട്ടാ കയ്യേകണോ? അല്ല, കയ്യേക്ക് തൊടണോ? അവാണം ഇബിലീസേ തല്ലോളാൻ നിക്കണ്ട. ഹലോ, എവിടാടല്ലേ? എത്തിയോ? എവിടെ? എന്നാ അങ്ങോട്ട് പോരടോ. അനക്ക് നല്ല ഭാഗ്യാട്ടോ പഹയ. എന്തേ?
നല്ലൊരു പെണ്ണ് ശരിയാക്കണ്. എങ്ങനെയുണ്ട് കയ്യേക്ക് തുറന്നെന്നാ കേട്ട്. കൈയൊക്കെ ഞാൻ കൈക്കോളാം. പൊന്നും കാറും കിട്ടുമോ? ആക്രാന്തം കാണിക്കലടോ. ആ നിക്കണ ആളെ മനസ്സിലായി ഞങ്ങക്ക്. പെണ്ണിന്റെ പാപ്പാണ്. അയാള് കേക്കണ്ട, ആ വയസ്സനല്ലടോ, അതിന്റെ അപ്പുറത്ത് നിക്കണ ആള്. അതാരാണ്? ഇജ്ജ് ഇവിടെ വാ. ശശിയേ, എന്നാ അന്റെ മാമന്റെ മോക്കൊരു ചക്കര വേണമെന്ന് പറഞ്ഞില്ലേ, ദാ മുത്തുമാരിത്തെ ചക്കൻ. മോനെ, എന്തേ? 1947. മുണ്ടരുത് നിങ്ങളെ ഒരു 47. 47 ഈ ചെരുപ്പ് കിട്ടിയ കഥ ഓനോട് പറയട്ടെ. ആ കഥ അവിടെ നിക്കട്ടെ. ഇവന്റെ 2014 കഥ അറിയങ്ങക്ക്. 2014 എന്റെ മാമന്റെ മോളെ കല്യാണം കഴിച്ചിട്ട് കൊടുത്ത കാർ സ്റ്റാർട്ട് ആവാത്തതിന് സ്വർണം കൊണ്ട് മുങ്ങിയൊരു നായില്ലേ, ആ നായാണ് ഇത്. ആ അത് ശരി. എന്നാ എല്ലാരും ഒന്ന് ഇങ്ങോട്ട് മാറി, ഞാൻ ഇവനെ കാണട്ടെ. ഇവനെ ഞാൻ ഇന്നുണ്ടല്ലോ. അയ്യോ, അന്നെ ഞാൻ ഇന്നുണ്ടല്ലോ. അടിച്ച് എന്താണ് മനസ്സിലാക്കി? അടിച്ചല്ലേ? എന്താണ് ഈ മനസ്സിലാക്കി? ഇത് തരുമ്പോ ഗാന്ധിജിന്നോട് പറഞ്ഞ്, കണാര ഇതിനെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും, ഇതുകൊണ്ട് ഈ തെണ്ടിക്ക് 4 കൊടുത്തപ്പോ അതൊരു ഉപകാരത്തിൽപ്പെട്ട്. കണ്ണാരേട്ടാ, നിങ്ങൾ ഇത്രയും വലിയ മഹാനാന്ന് എനിക്കറിയില്ലേനി. പറയുന്നതിനെ കൊണ്ട് ഒന്നും തോന്നരുതേ. നിങ്ങളെ എമ്മാരി വിട